എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി 39 സങ്കീർത്തനം 3-4 വാക്യങ്ങൾ വായിക്കട്ടെ. സങ്കീർത്തനം 39-3, 4. എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു, യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ നാളുകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ദാവീദ് തൻ്റെ കീർത്തനങ്ങളിൽ സ്വയ അനുഭവം പാട്ടായും പ്രാർത്ഥനയായും രൂപപ്പെടുത്തുമ്പോൾ ഏത് മനുഷ്യഹൃദയങ്ങളിലും എക്കാലവും അത് തങ്ങി നിൽക്കത്തക്കത്തിൽ വിധത്തിലുള്ളതാണ്. ദാവീദ് പറയുന്നു, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഒരു ധ്യാനത്തിനു വേണ്ടി സമയം കണ്ടെത്തി എന്നതല്ല, ജീവിതഗന്ധിയായ ധ്യാനം. ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ തന്നെ ധ്യാനത്തിങ്കിലേക്ക് നയിക്കുന്നു. ജീവിതത്തിലെ ക്ലേശങ്ങളും എതിർപ്പുകളും ഒരു മനുഷ്യനെ ആത്മീയ പരുവപ്പെടുത്തത്തിലേക്ക് നയിച്ചതിൻ്റെ ഉദാഹരണമാണ് ദാവീദ്. അതുകൊണ്ട് ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. അഗാധമായ സങ്കടം പൊന്തി വരുമ്പോൾ ധ്യാനാത്മകമായി ഹൃദയത്തിന് ചൂട് പിടിച്ചു. നാവെടുത്ത് സംസാരിക്കുന്നത് അവിടെയാണ്. മൗനമായി ധ്യാനിച്ച മനുഷ്യൻ ഹൃദയത്തിൽ ചൂട് പിടിച്ചപ്പോൾ നാവെടുത്ത് സംസാരിക്കുന്നു. യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഇത് ചിലർക്ക് അറിയുന്നത് സന്തോഷമാവും, മറ്റു ചിലർക്ക് അറിയുന്നത് സങ്കടമാവും. എന്തുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അതിൻ്റെ ഉത്തരം തന്നെ അടുത്ത വാചകത്തിലുണ്ട്. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. നമ്മുടെ അറിവിലും കഴിവിലും സമ്പത്തിലും അധികാരത്തിലും പദവികളിലും ഇരിക്കുമ്പോൾ നമ്മൾ ഏതോ ഉയർന്ന നിലയിലാണ് എന്ന് സ്വയം വിചാരിച്ചു പോകും. എന്തൊക്കെയോ നമ്മൾ നേടിയെന്നും ഇതുകൊണ്ടൊക്കെ മതി, ഇങ്ങനെ മുൻപോട്ട് പോകാം എന്ന് കരുതുമ്പോൾ അത് ചുവടുകൾ പിഴച്ചു പോകാൻ കാരണമാകും. ദാവീദ് പറയുന്നു, ജീവിതത്തിൻ്റെ ക്ഷണികതയെ എന്നെ പഠിപ്പിക്കണമേ. അധികാരം കയ്യിലുള്ളപ്പോഴും ആരോഗ്യമുള്ളപ്പോഴും സമ്പത്തുള്ളപ്പോഴും ഈ ക്ഷണികതയെ മറന്നുപോകുന്നു എന്നതാണ് മനുഷ്യന് വിനയായിത്തീരുന്നത്. അതുകൊണ്ടാണ് തുടർന്ന് പറയുന്നതും, ഏതു മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. അത് വലിയവനെന്നും ചെറിയവനൊന്നുമില്ല, പണക്കാരനെന്നും പാവപ്പെട്ടവനൊന്നുമില്ല. ജീവിതത്തിൻ്റെ ക്ഷണികതയെ ഈ നാളുകളിൽ നമുക്ക് ധ്യാനിക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ കുറച്ചും കൂടെ ആഴമായ വിനയത്തോടെ ദൈവസന്നിധിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ എന്തൊക്കെ ആയിപ്പോയി എന്ന് വിചാരിച്ചാൽ വിനയം നഷ്ടപ്പെടും. ദൈവസന്നിധിയിൽ വിനയപ്പെടുന്ന നാളുകളാണ് നോമ്പിൻ്റെ നാളുകൾ. ദൈവവചനത്തിൻ്റെ കീഴിൽ വിനയപ്പെടാൻ, ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാൻ,
നമ്മളുടെ നിസ്സാരതയെ ധ്യാനിക്കാൻ, ക്ഷണികതയെ തിരിച്ചറിയാൻ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നതിലൂടെ ഈ ദിവസങ്ങളിൽ നമുക്ക് ഇടയാകട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ ദിവസത്തിനായി സ്തോത്രം. നോമ്പിൻ്റെ ചക്രങ്ങളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങയെ ധ്യാനിപ്പാൻ, തിരുവചനം ധ്യാനിപ്പാൻ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിസ്സാരതയെ കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും കുറച്ചുകൂടെ വിനയമുള്ളവരാകാൻ, താഴ്മയുള്ളവരാകാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ അറിവിൻ്റെ ഇലകൾ, അഹങ്കാരത്തിൻ്റെ ഇലകൾ, സ്വാധീനത്തിൻ്റെ, അധികാരത്തിൻ്റെ ഇലകൾ കൊഴിഞ്ഞ് പുതിയ ആത്മീയ ഊർജം അങ്ങയിൽ നിന്ന് പ്രാപിപ്പാൻ തക്കവണ്ണം ഒരു ആത്മീയ നഗ്നതയോടെ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നയിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ നിറവോടെ പുതിയ വർഷം ജീവിപ്പാൻ ദൈവം സഹായിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ ആലോചനയും അനുഗ്രഹവും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.